അസ്സലാമു അലൈക്കും നമസ്കാരം. ഇന്ന് കാണിക്കണത് തയ്യൽ മെഷീൻ ഒന്നുമില്ലാണ്ട് വീട്ടിൽ തന്നെ എളുപ്പത്തിൽ മാസ്ക് ഉണ്ടാക്കണതാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ മറക്കാതെ തന്നെ നമ്മൾ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണേ. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു തുണി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തുണിയൊക്കെ കോട്ടൺ തുണി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ മുകളിൽ ഇതേപോലെ ഒരു പ്ലേറ്റ് വയ്ക്കുക. എന്നിട്ട് എന്തെങ്കിലും വെച്ചിട്ട് പേനയോ മാർക്കറോ എന്തെങ്കിലും വെച്ചിട്ട് ഇതേപോലെ വട്ടത്തിൽ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ വലിയ ആൾക്കാരുടെ മാസ്കാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കണത്. നമുക്ക് ഇതേപോലെ കറക്റ്റ് ഒരു റൗണ്ട് കിട്ടും കേട്ടോ. എന്നിട്ട് നമ്മൾ ഇത് ഒരു സിസേഴ്സ് വെച്ചിട്ട് ഈ കറക്റ്റ് റൗണ്ട് ഇതേപോലെ തന്നെ നല്ല വൃത്തിയായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കണം. ഇതിപ്പോൾ നമ്മൾ കറക്റ്റ് റൗണ്ട് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ നമ്മൾ കറക്റ്റ് ഇതിൻ്റെ അളവ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഒരു 10.5 ഇഞ്ചാണ് കേട്ടോ. അപ്പോൾ വലിയ ആൾക്കാർക്ക് വേണ്ടിയിട്ട് മാസ്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 9 തൊട്ട് 11 ഇഞ്ചസ് വരെയാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ ഏതെങ്കിലും ഒരു അളവ് എടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ഇത് കറക്റ്റ് ഇതേപോലെ ഒന്ന് മടക്കുക. അതിനുശേഷം വീണ്ടും ഇത് ഒന്നും കൂടെ ഒന്ന് പകുതിയായിട്ട് മടക്കുക കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഇതേപോലെ മടക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതിൻ്റെ ഒരു സൈഡ് ഉണ്ടല്ലോ, നമുക്ക് സിസേഴ്സ് വെച്ചിട്ട് ഇപ്പോൾ ഈ കാണിക്കുന്ന പോലെ തന്നെ കറക്റ്റായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കണം. അതിൻ്റെ ഇപ്പുറത്തെ വശവും ഞാൻ സിസേഴ്സ് വെച്ചിട്ട് കണ്ടോ, ഇപ്പോൾ ഇതിനകത്ത് കാണിക്കുന്ന പോലെ തന്നെ കറക്റ്റായിട്ട് ഒട്ടും വളവൊന്നും ഇല്ലാണ്ട് കറക്റ്റായിട്ട് ഇതേപോലെ കട്ട് ചെയ്തിട്ട് എടുക്കണം കേട്ടോ. അതുപോലെ തന്നെ മറ്റേ പീസും നമുക്ക് അതിൻ്റെ ഒരു ഭാഗവും നമുക്ക് ഇതേപോലെ തന്നെ കട്ട് ചെയ്തിട്ട് എടുക്കാം. ഇത് കട്ട് ചെയ്തപ്പം കണ്ടില്ലേ, 4 പീസായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു പീസിൻ്റെ മുകളിലേക്ക് കയറ്റിയിട്ട് ഇതേപോലെ രണ്ടും കറക്റ്റ് ലെവലിൽ വയ്ക്കുക. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ നമ്മൾ സൂചിയും നൂലും വെച്ചിട്ട് ഞാൻ ആ കാണിക്കുന്ന ഭാഗം കണ്ടില്ലേ, അവിടെ നമ്മൾ തുന്നി പിടിപ്പിക്കുകയാണ് കേട്ടോ ചെയ്യേണ്ടത്. അപ്പോൾ ഒരു സൂചിയും നൂലും എടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഏത് തുണിയാണ് എടുക്കുന്നത് ആ തുണിയുടെ കളർ തന്നെ നൂലെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അല്ലെങ്കിൽ നമുക്കിത് പുറത്തേക്ക് കാണുമല്ലോ. ഒരു ബ്ലൂ കളറ് നൂലെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ ഒരു സൈഡിൽ നിന്ന് ഞാൻ ആ കാണിച്ച റൗണ്ട് ആ ലെവലില്ലേ, ആ ലെവലിൽ മുകളിൽ മൊത്തം നമ്മൾ തുന്നി പിടിപ്പിക്കും. അപ്പോൾ തുന്നി പിടിപ്പിക്കുമ്പം ഇത് ഒരേ ലെവലിൽ തന്നെ കറക്റ്റായിട്ട് തുന്നി പിടിപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഇപ്പം ഞാനിത് ഒരു സൈഡ് മുഴുവനായിട്ടും ഇത് തുന്നി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടില്ലേ, ഇതേപോലെ വന്നിട്ട് നല്ല കറക്റ്റായിട്ട് വന്നം അങ്ങനെ തുന്നി വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്കിതൊരു കത്രിക വെച്ചിട്ട് നൂല് കട്ട് ചെയ്ത് കളയാം. എന്നിട്ട് ഇപ്പോൾ കണ്ടില്ലേ, നല്ല കറക്റ്റായിട്ട് തുന്നി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഉള്ളൊന്നും വിട്ടു പോകാത്ത രീതിയിൽ വേണം തുന്നി വയ്ക്കാനായിട്ട്. ഇനി നമുക്ക് അടുത്തതും ഇതേപോലെ തന്നെ ആ റൗണ്ട് വരുന്ന ഭാഗമല്ലേ മുകളിലായിട്ട്, ആ ഭാഗം ഇതുപോലെ തന്നെ നമുക്ക് തുന്നി പിടിപ്പിക്കാം കേട്ടോ. ഇപ്പോൾ 2 പീസ് തുണിയും ഞാനിവിടെ നന്നായിട്ട് തയ്ച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ ഒരെണ്ണം നമ്മളിത് ഇതേപോലെ വയ്ക്കണം. ഞാനിപ്പോൾ വയ്ക്കുന്ന കണ്ടില്ല, അതുപോലെ വയ്ക്കണം. അപ്പോൾ നമ്മൾ ഉള്ളിൽ നമ്മുടെ നല്ല ഭാഗം വരണം, അതായത് നമ്മൾ തയ്ച്ച് വെച്ച ഭാഗം 2 തുണിയുടെയും പുറത്തേക്കായിട്ട് വരണം. കാരണം നമുക്കിനി ഈ തുണി തിരിച്ചിടാനുള്ളതാണ്. അപ്പം നല്ല ഭാഗം പുറത്തായിട്ട് വരണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ വയ്ക്കണേ. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ മേൽഭാഗം, അതായത് ചുറ്റുമുള്ള ഭാഗം മൊത്തം നമ്മൾ കൈ കൊണ്ട് തന്നെ സൂചിയും നൂലും വെച്ച് തന്നെ നമ്മൾ തയ്ച്ചെടുക്കണം. ഇപ്പം ഞാൻ ഈ കാണിക്കുന്ന ഭാഗം കണ്ടോ, അത് മുഴുവനായിട്ടും നമ്മളിനി ഇതുപോലെ തന്നെ തയ്ച്ചെടുക്കണം. അതിപ്പോൾ ഒരു സൈഡിൽ നിന്ന് നമുക്ക് തയ്ക്കാനായിട്ട് തുടങ്ങാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. ഏത് ഭാഗത്തു നിന്ന് വേണമെങ്കിലും തുടങ്ങാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. നമുക്ക് ആദ്യം ചെയ്ത പോലെ തന്നെ സൂചി വെച്ചിട്ട് തന്നെ നമുക്ക് തയ്ച്ചെടുക്കാം ഇത്. ഇതിപ്പോൾ ഞാൻ ഒരു സൈഡ് കണ്ടില്ല, ഒരു സൈഡ് മുഴുവൻ ഞാൻ തയ്ച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഈ സൂചി വെച്ചിട്ട് തന്നെ. അപ്പോൾ ഇനി ഇപ്പുറത്തെ സൈഡ് തയ്ക്കണേക്കാൻ മുന്നേ നമുക്ക് കുറച്ച് സ്ഥലം വിടാനുണ്ട്. ഞാനിപ്പോൾ ഈ കാണിക്കുന്ന സ്ഥലം കണ്ടോ, അത്രയും സ്ഥലം നമുക്ക് വിടണം. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ തുണി തിരിച്ചിടാനുള്ളതാണ്. അതുകൊണ്ട് അത്രയും സ്ഥലം വിട്ടിട്ട് ബാക്കി നമുക്ക് ഇതുപോലെ തന്നെ തയ്ച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ 2 ഭാഗവും ഞാൻ നന്നായിട്ട് തയ്ച്ചെടുത്തിട്ടുണ്ട്. ഒരു ഭാഗത്ത് കുറച്ച് തുണി വിട്ടായിരുന്നല്ലോ, ഞാൻ ആദ്യം പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ കൈയിട്ടിട്ട് ആ തുണി നമ്മൾ പുറത്തേക്ക് തിരിച്ചിടണം. എന്നാലാണ് ഇതിൻ്റെ നല്ല ഭാഗം നമുക്ക് പുറത്തേക്ക് നന്നായിട്ട് കിട്ടുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് സിമ്പിളായിട്ട് ചെയ്യാം കേട്ടോ. അപ്പം ഞാൻ ഈ തുണി തിരിച്ചിട്ടതാണ് കേട്ടോ. അത് കണ്ടില്ലേ, നല്ല കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ നമ്മൾ ആ തിരിച്ചിട്ട സ്ഥലമുണ്ടല്ലോ, അതായത് തിരിക്കാനെടുത്ത ഈ സ്ഥലം, ഇവിടെ നമുക്ക് ഇനി ഒന്നും കൂടെ ഒന്ന് തുന്നി കൊടുക്കണം.
ഇനി നമുക്ക് നമ്മൾ ആ തുണി തിരിച്ചിട്ട ഭാഗമുണ്ടല്ലോ അവിടെ കുറച്ച് സ്ഥലമുണ്ട്, അവിടെയും കൂടെ നമുക്കിത് ഇതേപോലെ ഒന്ന് തുന്നി കൊടുക്കാം കേട്ടോ. അത് നമ്മൾ പുറത്തേക്ക് കാണുമൊന്നുമില്ല തുന്നിയ ഭാഗം, കാരണം നമ്മളിനി അത് മടക്കി വയ്ക്കും. നമുക്ക് ഇലാസ്റ്റിക് ഇടണമല്ലോ മാസ്കിന്, അതിന് വേണ്ടിയിട്ട് അത് മടക്കി വയ്ക്കുമ്പോൾ ആ തുന്നിയ ഭാഗം കാണുമൊന്നുമില്ല കേട്ടോ. അവിടെയും കൂടെ ഞാനൊന്ന് തയ്ച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഭാഗം ഒന്ന് മടക്കി വെച്ചിട്ട് അതിൻ്റെ അറ്റത്ത് ഒന്ന് തുന്നി പിടിപ്പിക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ തുന്നുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ ഇപ്പുറത്തെ അറ്റത്തേക്ക് തുന്നരുത് കേട്ടോ, കാരണം നമുക്ക് അതിൻ്റെ ആ ഒരു വിടവിൽക്കൂടെ നമുക്ക് നമ്മുടെ ഇലാസ്റ്റിക് കയറ്റാനുള്ളതാണ് കേട്ടോ. അതുകൊണ്ട് അവിടെ കുറച്ച് സ്ഥലം വിട്ടിട്ട് വേണം നമുക്ക് ഇങ്ങനെ അറ്റത്തേക്ക് മാറ്റിയിട്ട് അവിടെ ഒന്ന് നന്നായിട്ട് തുന്നി പിടിപ്പിക്കാം. ഇപ്പോൾ ഒരു സൈഡ് ഞാൻ ഇതിൻ്റെ കംപ്ലീറ്റ് ആയിട്ട് തയ്ച്ചിട്ടുണ്ട്. ഇനി അടുത്ത സൈഡ് ഇതേപോലെ മടക്കിയിട്ട് അവിടെയും ഇതേപോലെ തന്നെ നമുക്കൊന്ന് തയ്ച്ചു കൊടുക്കാം. ഇനി ഈ തുണിയുടെ ചുളുക്ക് മാറാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് അയൺ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഞാൻ 2 ഇലാസ്റ്റിക് എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ആവശ്യത്തിന് നീട്ടത്തിനുള്ള നമ്മൾ അതിനനുസരിച്ചിട്ട് എടുക്കണേ. എന്നിട്ട് അതിൽ അറ്റത്തൊരു പിന്ന് കുത്തി കൊടുത്തതിന് ശേഷം നമുക്ക് അതിൻ്റെ ആ ഹോളിൻ്റെ ഉള്ളിലേക്ക് ഈ ഇലാസ്റ്റിക് എളുപ്പത്തിൽ നമുക്ക് കയറ്റി വിടാവുന്നതാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ അറ്റം ഇങ്ങനെ അഴിഞ്ഞു പോരാത്ത രീതിയിൽ നന്നായിട്ട് കെട്ടി കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ ആ കെട്ടിയ ഭാഗം അതിൻ്റെ ഉള്ളിലേക്ക് ആക്കി കൊടുക്കുക, അത് പുറത്തേക്ക് കാണാത്ത രീതിയിൽ കേട്ടോ. ഇത്രയേ ഉള്ളൂ. അതുപോലെ തന്നെ നമ്മൾ ഇപ്പുറത്തെ സൈഡും ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ 2 ഇലാസ്റ്റിക്കും ഇതേപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, നല്ല പെർഫെക്റ്റ് മാസ്കാണ് കേട്ടോ. അത് 2 ലെയറോട് കൂടിയിട്ടുള്ളത് തന്നെ, നല്ല എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാം. വച്ചിരിക്കുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടായിരിക്കുമല്ലോ അല്ലേ. അപ്പോൾ തയ്യൽ മെഷീൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഒരു 2 മിനിറ്റ് പോലും വേണ്ട കേട്ടോ, അത്ര പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. തയ്യൽ മെഷീൻ ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ കാണിക്കണത്. അപ്പോൾ കണ്ടില്ലേ, നല്ല ഇതാണ്, നല്ല കംഫർട്ടാണ് വയ്ക്കുമ്പോഴും കേട്ടോ. അപ്പോൾ എല്ലാവരും മാസ്ക് ഒക്കെ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക എന്നിട്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇതുപോലുള്ള നല്ല വീഡിയോകളുമായിട്ട് കാണാം കേട്ടോ. താങ്ക്